എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ കിച്ചണിൽ ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1 കപ്പ് പഞ്ചസാരപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 3/4 കപ്പ് നെയ്യ് കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പൊടിയെല്ലാം നന്നായി അലിഞ്ഞ് നന്നായി ഒരു ഫ്ലഫി ആയിട്ട് വരും. അതുവരെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഒന്നുകൂടി ആവാനുണ്ട്. നന്നായി മിക്സ് ചെയ്യുന്നതോടെ ഇത് നന്നായി സോഫ്റ്റ് ആകും. നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് റവ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. ഫ്ലേവറിനായി വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്കാപ്പൊടിയും ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വല്ലാതെ അമർത്തി കുഴയ്ക്കൊന്നും വേണ്ട. നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. നന്നായി മിക്സ് ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. 10 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാകും. ഇനി ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് എടുക്കാം. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ട്രേയിൽ വയ്ക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. നട്ട്സ് വേണമെങ്കിൽ വയ്ക്കാം. താഴെ ഒരു തട്ട് വെച്ച ശേഷമാണ് ഈ ഒരു പാത്രം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മീതേക്ക് ഇത് വയ്ക്കാം. കുക്കറിൻ്റെ മൂടി വെച്ച് തന്നെ അടയ്ക്കാം. വിസിലില്ലാതെ വെക്കണമെന്ന് മാത്രം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. തണുത്തതിന് ശേഷം എടുക്കാം. ബിസ്ക്കറ്റ് തണുത്തിട്ടുണ്ട്. എടുക്കാം. ബാക്കിയുള്ളത് കൂടി ബേക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ നെയ് ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്.